ഒരു ജന്മം. എം.വി. രാഘവന്റെ ആത്മകഥ. ശബ്ദം നൽകുന്നത് രാജീവ് നായർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. തുടക്കം. പ്രത്യേകതകളൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സാധാരണ പിറവിയെടുക്കലായിരുന്നു എന്റേത്. കാലഘട്ടത്തിനും സാമൂഹ്യക്രമത്തിനുമായിരുന്നു പ്രത്യേകത. കൊടികുത്തി വാണിരുന്നത് ജന്മിത്വവും മുതലാളിത്തവും. മർദ്ദകരുടെയും ചൂഷകരുടെയും പിടിയിൽ നാടാകെ അമർന്നിരുന്നു. അത്തരമൊരു കാലത്തായിരുന്നു കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബമായ മേലേത്ത് വീട്ടിൽ ഞാൻ ജനിച്ചത്. 1933 മെയ് 5. അച്ഛൻ ശങ്കരൻ നമ്പ്യാർ, അമ്മ തമ്പായി. 2 മക്കളിൽ ഇളയവൻ. മൂത്തത് ലക്ഷ്മിക്കുട്ടി. പാപ്പിനിശ്ശേരിയിലെ അറിയപ്പെടുന്ന 4-5 നമ്പ്യാർ തറവാടുകളിൽ ഒന്നായിരുന്നു മേലേത്ത് വീട്. ചീരുവൺ വീട്, കോക്കുന്നത്ത് വീട്, പൊത്താൻകുളങ്ങര തുടങ്ങിയവയായിരുന്നു മറ്റ് നമ്പ്യാർ കുടുംബങ്ങൾ. സാമ്പത്തിക മേന്മയൊന്നും അവകാശപ്പെടാനില്ലായിരുന്നുവെങ്കിലും അംഗബലം കൊണ്ട് സമ്പന്നമായിരുന്നു മേലേത്ത് വീട്. കാരണവരും ബന്ധുക്കളുമൊക്കെ തൊഴിലാളികൾ. അച്ഛന്റെ തറവാട് സമ്പന്നമായിരുന്നു. കാപ്പാട് കോലത്ത് വീട്ടുകാർ കച്ചവടക്കാരായിരുന്നു. കണ്ണൂരിലെയും പയ്യന്നൂരിലെയും റെയിൽവേ സ്റ്റേഷൻ കാന്റീനുകൾ തുടക്കം മുതൽ തന്നെ നടത്തിവന്നിരുന്നത് കോലത്ത് വീട്ടുകാരാണ്. കണ്ണൂർ കാന്റീൻ നടത്തിയിരുന്നത് അച്ഛനായിരുന്നു. അച്ഛന് 3 അനുജന്മാരും 1 പെങ്ങളും, സഹോദരങ്ങളായി ഗോവിന്ദനും രയരു നമ്പ്യാരും ഒതേനനും സഹോദരന്മാരും, കുഞ്ഞി സഹോദരിയും. സഹോദരന്മാർ മരിച്ചു. രയരു നമ്പ്യാരായിരുന്നു അന്ന് പയ്യന്നൂർ കാന്റീൻ നടത്തിയിരുന്നത്. ഇപ്പോഴത് നടത്തുന്നത് അച്ഛൻ പെങ്ങളുടെ മകൻ കുഞ്ഞിരാമനും. മരുമക്കത്തായത്തിന്റെ ആ കാലത്ത് അച്ഛൻ കൃഷിയിടങ്ങളും മറ്റ് സ്വത്തുവകകളും പെങ്ങൾക്കാണ് നൽകിയത്. ഞാൻ വളർന്ന ശേഷം അച്ഛനെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. സുഖലോലുപനായിരുന്നു, ധൂർത്തനായിരുന്നു എന്നൊക്കെ. നല്ലൊരു മദ്യപൻ കൂടിയായിരുന്നു അച്ഛൻ. ആ മദ്യപാനത്തെപ്പറ്റിയുള്ള ഒരു കേട്ടറിവ് രസകരമാണ്. ഒരു സായാഹ്നത്തിൽ പാപ്പിനിശ്ശേരി റെയിൽവേ വലിയ ഗേറ്റിന് സമീപം അച്ഛന്റെ ഒരു പ്രകടനമുണ്ടായിരുന്നത്രേ. നല്ല പൂസായിരുന്നു. കൂടെ ആരൊക്കെയോ. എന്തോ കാരണത്താൽ പെട്ടെന്ന് അച്ഛൻ പ്രകോപിതനായി. മടിക്കുത്തിൽ നിന്നും 5ന്റെ ഒരു കെട്ട് നോട്ട് പുറത്തെടുത്ത് വലിച്ചെറിയുകയായിരുന്നത്രേ. കൊണ്ടുപോയി തിന്നടാ എന്നു പറഞ്ഞുകൊണ്ട്. എന്നാൽ ആളുകൾ നോട്ടുകൾ പെറുക്കിയെടുത്ത് ഭദ്രമായി തന്നെ അച്ഛനെ തിരിച്ചേൽപ്പിച്ച് ശാന്തനാക്കി പറഞ്ഞുവിട്ടു അത്രേ. അമ്മയും അമ്മൂമ്മയും കാരണവരുമൊക്കെ നല്ല വെളുത്തിട്ടായിരുന്നു. അച്ഛന് ഒത്ത തടിയാണ്. അത്ര വെളുത്തിട്ടായിരുന്നില്ല. അച്ഛന്റെ ഉയരവും അമ്മയുടെ നിറവുമാണ് എനിക്ക്. മധുരിക്കുന്ന ഓർമ്മകളുടേതായിരുന്നില്ല ബാല്യവും കൗമാരവും. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിയാൻ സാഹചര്യമുണ്ടായില്ല. ഞാൻ ജനിച്ച് 1.5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. ചേച്ചിക്ക് 2.5 വയസ്സും. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായുണ്ടായ വിയോഗം. അച്ഛന്റെ വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരുന്ന കുടുംബത്തിന് താങ്ങാൻ കഴിയാത്തതായി ആ മരണം. ക്ലേശത്തിന്റെ നാളുകളുടെ തുടക്കമായിരുന്നു ആ വേർപാട്. കൂട്ടുകുടുംബത്തിൽ കാരണവർ കുഞ്ഞമ്പു നമ്പ്യാരുടെ സംരക്ഷണയിൽ ചേച്ചിയും ഞാനും വളർന്നു. അമ്മൂമ്മയും മക്കളും ചെറുമക്കളുമൊക്കെ അടങ്ങിയ വലിയൊരു കുടുംബം. കല്ലുകെട്ടി പുല്ലുമേഞ്ഞ 3 കിടപ്പുമുറിയും അടുക്കളയും. അതായിരുന്നു വീട്. കാരണവർ നെയ്ത്തു തൊഴിലാളിയായിരുന്നു. സജീവ ട്രേഡ് യൂണിയൻ പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയുമായിരുന്നു. തൊഴിലാളി സമരത്തിൽ കാരണവർ സജീവമായി പങ്കെടുത്തിരുന്നു. കാരണവരും മറ്റംഗങ്ങളും പണിയെടുത്തു കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടാണ്
Sample complete. Ready to continue?